അടവിനിപ്പോൾ ആൾക്കാർക്ക് സാധനങ്ങളൊന്നും വേണ്ടതോ ഒക്കെ ഈ ഇതിനെല്ലാം എടുക്കണേ. വീട് കടയിൽ പോയിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും എടുക്കണേ. അത് കാരണം ഈ കാലത്തിറങ്ങിയത് ഒരാളെ വിട്ടിട്ടില്ല. ആൾക്കാരുണ്ടാണോ എന്തെന്നൊന്നും അറിയില്ല. ആളുണ്ടാണോ? ഓയ് ഇവിടെ ആളില്ലേ? ആരും കാണാതില്ലോ. ബെല്ലടിച്ചിട്ടും ആർക്കത് വരണില്ലല്ലോ. എന്ത് പോലെ ഇവിടെ ആളൊക്കെ ഉണ്ട്. എന്താ വേണ്ടിയത്? പിന്നെ ഞങ്ങള് അടവിന്റെ ആൾക്കാരാ. നല്ല സാധനങ്ങൾ എന്തേലും വേണോ? എന്നെ കണ്ടാറി ഒരു അടവേരനാന്ന്. ഏതൊക്കെ അടവാ എൻ്റെ കയ്യിലുള്ളത്? സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണ് ഇവിടെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്നാ ഈ സാധനങ്ങളൊക്കെ തന്നാളുന്ന ഇതിൽ എഴുതിൻ്റെ ഇതാ. അതെന്താ ഇതിപ്പോ എന്താണ്? അയ്യോ ഭയങ്കര സംഭവമാണല്ലോ. നിങ്ങള് പഞ്ചസാര 1 കിലോ, ചായപ്പൊടി 1 കിലോ, കടുക്, എണ്ണ, വെളിച്ചെണ്ണ, പൊന്നാരക്കായ ഇതൊന്നല്ല. ഇത് ഞങ്ങള് നിങ്ങളുടെ ഒരു കാര്യം എന്താപ്പ ഇത്? പൊന്നാരക്കാക ഞങ്ങൾ ഇതൊന്നല്ല. ഞങ്ങള് മിക്സി, വാഷിംഗ് മെഷീന്, കസേര, പിന്നെ അങ്ങനെയുള്ള ഫ്രിഡ്ജ്, ഫാന് അങ്ങനെയുള്ളതൊക്കെയാണ് അടവിന് കൊടുക്കുന്നത്. ഇതിപ്പോ നിങ്ങള് പഞ്ചസാരയും ചായപ്പൊടിയും കടുകും മണ്ണെണ്ണയും വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞാൽ ഞങ്ങളിപ്പോ എവിടുന്ന് തീർത്തരാം? ഇതിപ്പോ നിങ്ങളെ കുട്ടികളെ കൊണ്ട് അറിയാനോട് ഇതെന്തോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് എഴുതിച്ചിരിക്കാണല്ലോ. നിങ്ങളിത് ഇവിടുന്ന് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചോളി കേട്ടാ. അതല്ലേ ഇതൊന്നും നമ്മളൊക്കെ ഇല്ലേ. നമ്മളൊക്കെ ഈ ഇതൊക്കെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഫാന് അങ്ങനെയുള്ളതൊക്കെ കേട്ടാ. സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനിതൊക്കെ സാധനങ്ങളല്ലേ പാകിച്ചിട്ടാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇതൊന്നും അല്ല എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ഇവിടെ പെണ്ണുങ്ങളൊന്നുമില്ലേ, അവരെ വിളിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടി വരും. നിങ്ങൾ അവരെ വിളിക്കുന്നു. നിങ്ങൾ എന്ത് മനുഷ്യനാ? പെണ്ണുങ്ങളൊന്നും ഇല്ല ഇവിടെ, അവരൊക്കെ കല്യാണത്തിന് ചോദിക്കാം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് പറ്റൂലേ? ഇജ്ജ് അവിടെ നിൽക്ക്, ഞാനൊന്ന് എഴുതിയിരിക്കട്ടെ. സാധനങ്ങളൊക്കെ വേണം, ഒന്ന് എഴുതിയിരിക്കട്ടെ. അവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് എഴുതിയെടുത്തിട്ട് വരാം. പിന്നെ എഴുതിക്കൊന്ന തണുക്കണ പെട്ടിണ്ടല്ലോ, അങ്ങനത്തെ സാധനം അവ ഒന്ന് എഴുതിക്കോ. എന്തായാലും പേരുണ്ടല്ലോ വേറെ എന്തോ, ഫ്രിഡ്ജ് എന്തൊക്കെ. പിന്നെ തിരുമ്പണ പെട്ടിയൊന്നു. പിന്നെ പങ്ക ഇവിടെ ഉണ്ട്, എന്നാലും എഴുതിക്കോ 2 പിന്നെ തേക്കണ പെട്ടി ഉണ്ടല്ലോ, നമ്മളെ കുപ്പായൊക്കെ ചുളുങ്ങിയ തേക്കണ പെട്ടി, തിരിപെട്ടി എന്തൊക്കെ, അതൊക്കെ എടുത്ത് വെക്കും. പിന്നെ കസാര 1 മതി ട്ടാ. എഴുതി കൂടെ ഉണ്ട്. ഞാൻ എഴുതിക്കോളാം. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഫ്രിഡ്ജ് 1, പിന്നെന്താ പറഞ്ഞ? വാഷിംഗ് മെഷീൻ 1 അല്ലേ? വാഷിംഗ് മെഷീൻ 1, ഫാന് 2 അല്ലേ പറഞ്ഞേ? ഫാന് 2, പിന്നെ ഇസ്തിരിപ്പെട്ടില്ലേ? ഇസ്തിരിപ്പെട്ടി 1, പിന്നെ കസാര വേണ്ടേ? കസാര പറഞ്ഞിട്ടല്ലോ, കസാര 1. കസാര 2 ആയിക്കോട്ടെ. അപ്പൊ ഇത് എടുക്കല്ലേ? ഇത് ഞാനിന്നാ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് വരാം കേട്ടാ. ഇതൊക്കെ വേണമെന്നുണ്ട് കുട്ടിയെ. ഇപ്പൊ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. ഇതിപ്പോ ചെല്ല് നടന്നോ. എന്തൊക്കെ നിങ്ങൾ നേരം കൊടുക്കുമ്പോൾ കളിയാക്കണേ. അപ്പൊ ഇതൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഞാൻ വിചാരിച്ചു നിങ്ങളിതൊക്കെ വേണ്ടിയിരുന്നു. വല്ലാത്ത ആൾക്കാരട്ടെ. അല്ല ഇജിപ്പോ വന്നതല്ല. ഇജിപ്പോ ഏതായാലും ഇവിടെ ചായ കുടിക്കാൻ ഗ്ലാസ് ഇല്ല. ഇജ് 4 ഗ്ലാസ് തന്നാളെ, അത് മതിപ്പോ തൽക്കാലം. ഇപ്പൊ അത് മതി. എന്നിട്ട് എൻ്റെ കുട്ടിജ് വന്നതല്ലേ, ഇപ്പൊ അവിടെ തന്നിട്ട് ഇജ് പോയിക്കോ. എന്നെ നിരാശരാക്കണ്ടല്ലോ ചിറ്റാ. കുപ്പി ഗ്ലാസ് നിങ്ങളെ ഇവിടുന്ന് പോയിട്ട് ചങ്ങരകുളത്തുനിന്ന് പോയിട്ട് മേടിച്ചോളൂ. ഇന്ത്യയൊക്കെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞ ആളെ കളിയൊക്കെ നിങ്ങൾ നേരം കൊടുക്കുമ്പോ തന്നെ വല്ലാത്ത ആൾക്കാർ. കച്ചവടം കിട്ടി വിചാരിച്ചാൽ എന്ത് ചങ്ങായി.